ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവിടെ പ്രയത്നിക്കുന്ന ഇന്ത്യൻ പട്ടാളത്തിനും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സേവാഭാരതിയുടെ ഇടുക്കി ജില്ലാ ഓഫീസിലാണ്, തൊടുപുഴയിലാണ്. ഇവിടെ നമ്മുടെ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള കളക്ഷൻ സെൻ്ററാണിത്. എല്ലാ വർഷവും ഇതുപോലെ ഉള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പം സംഘപരിവാർ സേവാഭാരതിയുടെ പ്രവർത്തന ശൈലി വേറെ ഒന്നാണ്. അതാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ കൂടെ ഉദ്ഘാടനം. ഒരു സാധനങ്ങളും പോയി കടയിൽ കൂടെ മേടിക്കണില്ല, റിക്വസ്റ്റ് ചെയ്യണില്ല, ഇഷ്ടമുള്ളവർ കൊണ്ടു കൊടുക്കുകയാണ്. അത് യഥാർത്ഥ രീതി എത്തേണ്ട അടുത്തെത്തും. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് നമ്മളോട് സംഘപ്രവർത്തകൻ ജി ശ്രീകുമാറാണ്. ശ്രീകുമാർ സേവാഭാരതി ഇടുക്കി ജില്ലാ ഓഫീസ് സെക്രട്ടറിയാണ്. അപ്പോൾ ഇതിൻ്റെ ചുമതല നിലവിൽ എനിക്കാണുള്ളത്. ഇന്നലെ നമ്മളിത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നിരവധി ആൾക്കാർ ഇവിടെ വന്നിട്ട് എന്ത് തരത്തിലുള്ള സാധനമാണ് വാങ്ങിച്ചു തരേണ്ടത് എന്ന് അന്വേഷണമായിട്ട് ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞത് പുതിയ ഡ്രസ്സുകൾ ഉപയോഗിച്ച ഡ്രസ്സുകളൊന്നും അല്ലെങ്കിൽ തുണികളൊന്നും എടുക്കില്ല എന്നും പുതിയ തുണികൾ മാത്രമേ ഇവിടെ എടുക്കുകയുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും അത് പോയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കൊണ്ട് തന്നു. അതുപോലെ നമുക്ക് മരുന്ന്, നമ്മുടെ ജനൌഷധിയുടെ മരുന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അതിനകത്ത് വില കൂടിയ മരുന്നുകളുണ്ട്. ഹാർട്ട് പേഷ്യൻറ്റിനും അങ്ങനെയുള്ള കൂടിയ മരുന്നുകളാണ് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. പാരസെറ്റാമോൾ മാത്രമല്ല ഉള്ളത്. അതുപോലെ തന്നെ മീഡിയയിൽ വരുന്ന പലതരത്തിലുള്ള വാർത്തകൾ, സേവാഭാരതിയുടെ ഈ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണതലത്തിൽ വരുന്ന പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, അവിടെ തുണി ആവശ്യമില്ല, മരുന്ന് ആവശ്യമില്ല, ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ആവശ്യമില്ല എന്നുള്ള വാർത്തകൾ, അത് ജനങ്ങളെ പല രീതിയിൽ അത് സംശയത്തിന് ഇടവരുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ്. അതിനെ ഒരിക്കലും ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള നല്ല ജനങ്ങളാരും അതിനെ വിലക്കെടുക്കാറില്ല. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എന്താ സാധനമാണോ അതിവിടെ എത്തിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും അവർക്കിപ്പോൾ എന്ത് സാധനം കിട്ടിയാലും അവർക്ക് അത് സ്വീകരിക്കാനുള്ള മനസ്സില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അത് എത്തേണ്ട സമയത്ത് കൃത്യമായിട്ട് അവരിലെത്തിക്കുക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ദൗത്യം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.